വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. 2. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 3. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. 4. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയത്. ഇന്ന് നമ്മൾ 5-6 കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ 5-ാമത്തെ 6-ാമത്തെ പോയിൻ്റ് പഠനത്തിന് വിധേയമാക്കുന്നു. 5. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ശാസ്ത്രജ്ഞന്മാർ ആകാശത്തിന് പല തട്ടുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നമുക്ക് പ്രകാശം ലഭിക്കുന്നത് ഈ ആകാശത്തട്ടുകൾ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവയിലൊന്ന് ആകാശത്തട്ട് മാറിപ്പോയി. യെശയ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്ര കോപത്തിൻ്റെ നാളുകളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും. യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ 34-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്: ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിനെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കാ വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. വെളിപ്പാട് പുസ്തകം 6-14 പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാമത്തെ പോയിൻ്റേക്ക് വരാം. കുഞ്ഞാടും 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നടന്ന 6-ാമത്തെ സംഭവം. വെളിപ്പാട് പുസ്തകം 6-14 2-ാം ഭാഗത്ത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. AD 95-96 കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നിന്ന് ലഭിച്ച ദൈവിക വെളിപ്പാടിൻ്റെ മാറ്റ് ഈ ശാസ്ത്രയുഗത്തിലും വർദ്ധിച്ച് വരികയാണ്. ശാസ്ത്രജ്ഞന്മാർ പലരും ബൈബിളിലെ വാക്യം അതേപടി വിശ്വസിക്കുന്നവരാണ്. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി എന്നുള്ളത് വിവിധ പ്രവചന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നഹും 1-5-6 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവൻ്റെ ക്രോധത്തിൻ്റെ മുമ്പിൽ ആർ നിൽക്കും. അവൻ്റെ ഉഗ്രകോപത്തിങ്കിൽ ആർ നിവർന്നു നിൽക്കും. അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയും. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടിപൊടെ പൊട്ടുന്നു. ഭൂമി കിറുകിറ കീറുന്നു. ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുന്നതുമില്ല. ഹഗ്ഗായി 2:6. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിവീഴും. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. യിരെമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നു പോയിരിക്കുന്നു. കർത്താവായ ക്രിസ്തു 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ഭൂമിയിൽ നടന്ന 6 കാര്യങ്ങളാണ് ഈ ദിവസം നമ്മൾ പഠനത്തിന് വിധേയമാക്കിയത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയത് 5-ാമത്തെ പോയിൻ്റാണ്. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. 6. എല്ലാ മലയും ദ്വീപ് സ്വസ്ഥാനത്തുനിന്ന് ഇളകിപ്പോയി. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ന്റെ 15, 16, 17 വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.